ഞാനും ഇതുപോലെ ഒരു അന്ധനായിരുന്നു. ഫറദ്ദല്ലാഹു ബസരീ, എന്റെ കാഴ്ച അള്ളാഹു തിരിച്ചു തന്നതാണ്. ഞാനും ഒരു അന്ധനായിരുന്നു. ഈ ലോകമൊന്ന് കാണാൻ എത്ര കൊതി എനിക്കുണ്ടായിരുന്നെന്നറിയോ? നിങ്ങളുടെ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾക്കിതൊക്കെ ഒന്ന് കാണാനായിരിക്കുമെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. ഞാൻ അതിനു വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. അവസാനം ഒരു മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു. ഞാൻ അയാളോട് പറഞ്ഞു, എനിക്കെന്റെ കാഴ്ച തിരിച്ചു കിട്ടലാണ്. അയാൾ റബ്ബിനോട് ദുആ ചെയ്തു. അയാൾ എന്റെ കണ്ണ് തടവി. ഫറദ്ദല്ലാഹു ബസരീ, എന്റെ കാഴ്ചയെ എനിക്ക് അല്ലാഹു തിരിച്ചു തന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, വഫഖീറാ ഫഅഗ്നാനി അല്ലാഹ്, ഞാൻ വലിയ ഫക്കീറായിരുന്നു. നിങ്ങളെപ്പോലെ ഞാൻ വലിയ ഫക്കീറായിരുന്നു, വിഷമങ്ങൾ അനുഭവിച്ച ആളായിരുന്നു. പക്ഷെ എന്നെ എനിക്ക് എല്ലാ നിലയിലും സാമ്പത്തികമായ ശേഷിയും ക്ഷേമശയും തന്നത് ഇലാഹായ റബ്ബാൻ. നിങ്ങളെ വേദനയും നിങ്ങളെ വിഷമങ്ങളും നിങ്ങളെ പ്രയാസങ്ങളും എനിക്ക് നല്ല പോലെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് തരാൻ ഞാൻ തയ്യാറാണ്. എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നിർവഹിച്ചു തരാൻ ഞാൻ ഒരുക്കമാൻ. ഇതങ്ങ് പറഞ്ഞ ഉടനെ ആ മലക്ക് പറയുകയാണ്, അംസിക് മാലക, നിന്റെ മാൽ, നിന്റെ സമ്പത്ത് അത് നിങ്ങൾ അവിടെ പിടിച്ചു വെച്ചോളൂ, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ സമ്പത്ത് കൊതിച്ചു വന്ന ആളല്ല. ഇവിടെ വലിയ ഒരു പരീക്ഷണം നടക്കുകയായിരുന്നു. നിങ്ങളെപ്പോലെ മറ്റു രണ്ടാളുകളെയും പരീക്ഷിച്ചു, അവരാകെ പരാജയപ്പെട്ടു പോയി. നിങ്ങളെ കാര്യത്തിൽ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. എന്തത് പഠിപ്പിക്കുന്ന പാഠം? ഇവിടെ 3 ആളുകളെ പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിൽ 2 ആളുകളും അമ്പെ പരാജയപ്പെട്ടു പോയി. ഹബീബായ നബി പറഞ്ഞതാ, ഈ സമൂഹത്തിന് സമ്പത്ത് കൊണ്ട് പരീക്ഷണം വരും, അതിൽ 3-ൽ 2 ആളുകളും പരാജയപ്പെടുമെന്ന് ഖാല റസൂലുള്ളാഹി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നലെ കുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽമാൽ. ഏത് സമുദായത്തിനും ഫിത്നയുണ്ട്, ഏത് സമുദായവും തകരാൻ ഒരു കാരണമുണ്ട്. എന്റെ സമുദായത്തിന്റെ തകർച്ച, എന്റെ സമുദായത്തിന്റെ ദീനിന്റെ നാശം അത് സമ്പത്ത് കൊണ്ടായിരിക്കുമെന്ന് ജീവിതത്തിൽ നുണ പറയാൻ നാക്കനക്കാത്ത അഷ്റഫുൽ വറായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആയത്തിറങ്ങിയല്ലോ പ്രിയപ്പെട്ട മുഅ്മിനേ, ആയത്തിറങ്ങിയല്ലോ. വമിൻഹും മൻ ആഹദല്ലാഹ ലൈൻ നതാനാ മിൻ ഫളി ലനസ്സദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ ഫലമ്മാ അതാഹും മിൻ ഫളി ബഖിലൂ ബിഹി വതവല്ലൗ വഹും മുഅ്രിളൂൻ. ആയത്തിറങ്ങി. എന്തേ ആയത്ത്? മിൻഹും മൻ ആഹദല്ലാഹ ലൈൻ നതാനാ മിൻ ഫളി ലനസ്സദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ. വമിൻഹും, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. വമിൻഹും മൻ ആഹദല്ലാഹ, അല്ലാഹുവിനോട് അവരെ കരാറ് ചെയ്തു, വാക്ക് പറഞ്ഞു. എന്താണ് അവരുടെ വാക്ക്? ലഇന്നാതാനാ മിൻ ഫളിഹി, അല്ലാഹുവേ നീ എങ്ങാനും നിന്റെ ഫളിൽ ഞങ്ങൾക്ക് തരുകയാണെങ്കിൽ ലനസ്സദ്ദഖന്ന, ഞങ്ങൾ കൊടുത്തോളാം റബ്ബേ, ഞങ്ങൾ സദഖ കൊടുത്തുകൊള്ളാം. വലനകൂനന്ന മിനസ് സാലിഹീൻ, ഞങ്ങൾ സാലിഹീങ്ങളിൽ പെടാം റബ്ബേ. അല്ലാഹുവോട് വാക്ക് പറഞ്ഞു, പടച്ചോനെ നീ ഫളിൽ തരികയാണെങ്കിൽ, നീ സാമ്പത്തിക ശേഷി തരികയാണെങ്കിൽ എത്ര വേണമെങ്കിലും നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാം. അങ്ങനെയൊക്കെ വാക്ക് പറഞ്ഞു. അല്ലാഹു ഫളിൽ അങ്ങ് കൊടുത്തപ്പോൾ അവർക്കതൊന്നും ഓർമ്മയില്ല. ആയത്തിറങ്ങി മുഅ്മിനീങ്ങളെ, ആരുടെ വിഷയത്തിലാണ് ആയത്തിറങ്ങിയതെന്നോ? സഅലബ ഇബ്നു ഹാത്തിബിന്റെ വിഷയത്തിലാണ് ആയത്തിറങ്ങിയത്. സഅലബ
സഅലബയുടെ വിഷയത്തിലാണ് ആയത്തിറങ്ങിയത്. സഅലബയാരാ? സഅലബ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഏകദേശം സമയത്തൊക്കെ പള്ളിയിലുണ്ടാകും, എല്ലാ നല്ല കാര്യത്തിനും മുന്നിലുണ്ടാകും. പക്ഷേ സഅലബക്ക് ദുനിയാവിനോട് വലിയ അലച്ചൻ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ദുനിയാവിനോട് വലിയ അലച്ച് എന്നാൽ നബിയുടെ കൂടെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഫഖാല ഒരിക്കൽ ഹബീബായ നബിയോട് പറഞ്ഞു, നബിയേ ഉദുല്ലാഹ അയ്യർസുഖനീ മാലാ, നബിയേ നിങ്ങൾ അല്ലാഹുവോട് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. എന്താണ് എന്റെ താല്പര്യമെന്നറിയോ? അയ്യർസുഖനീ അല്ലാഹു മാലാ, നബിയേ അള്ളാഹിനോട് എനിക്ക് കുറച്ച് പണം തരാൻ പറയും നബിയെ. നിങ്ങൾ സാമ്പത്തികമായി ഞാനൊരു ഉയർന്ന ആളാവണം, അതിന് നിങ്ങളൊന്ന് ദുആ ചെയ്യൂ എന്ന് സഅലബ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉടനെ ഫഖാല റസൂലുള്ളാഹ്, ഹബീബായ നബി പറഞ്ഞു, സഅലബ ഖലീലുൻ തുഅദ്ദീ ശുക്റഹു ഖൈറും മിൻ കസീരില്ലാ തുതീഖുഹു. സഅലബ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ സഅലബേ, ഖലീലുൻ തുഅദ്ദീ ശുക്റഹു ഖൈറും മിൻ കസീരില്ലാ തുതീഖുഹു. സഅലബേ ധാരാളം ഉണ്ടായിട്ട് നിനക്ക് നന്ദി ചെയ്യാൻ കഴിയാത്തതിനേക്കാൾ നല്ലത് ഉള്ളതിനനുസരിച്ച് നീ നന്ദി ചെയ്യലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഖലീലുൻ വളരെ കുറച്ച്, തുഅദ്ദീ ശുക്റഹു അതിന്റെ ശുക്ർ, അതിന്റെ നന്ദിയെ നീ വീട്ടുന്നത്, അതാണ് സഅലബേ ഖൈറും നിനക്ക് ഏറ്റവും ഖൈറും മിൻ കസീരില്ലാ തുതീഖുഹു. ധാരാളം ഉണ്ടായിട്ട് നിനക്ക് നന്ദി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരുന്നതിനേക്കാൾ കുറച്ചുണ്ടായിട്ട് നന്ദി ചെയ്യലാണ് സഅലബേ നല്ലത്. അങ്ങനെയാണല്ലോ ഒരു സാധുവായ മനുഷ്യന് 10 രൂപ അയാൾ ഒരു നന്മക്ക് വേണ്ടി കൊടുത്താൽ അയാൾക്ക് കിട്ടുന്ന ആ കൂലി, ഒരു സാധുവായ മനുഷ്യൻ 10 രൂപ ഒരു നന്മക്ക് വേണ്ടി കൊടുത്താൽ അയാൾക്ക് കിട്ടുന്ന ആ കൂലി വലിയ ഒരു സമ്പന്നന് കിട്ടണമെങ്കിൽ 10,000 കൊടുക്കേണ്ടി വരും. ഈ ഒരു വാക്കൊന്ന് ശ്രദ്ധിക്കണേ, ഈ ഒരു വാക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഒരു സാധുവായ മനുഷ്യൻ ഒരു സ്ഥാപനത്തിലേക്ക്, ഒരു നന്മയിലേക്ക് ഒരു 10 രൂപ കൊടുത്തു, അയാൾക്ക് കിട്ടുന്ന ആ കൂലി ഒരു വലിയ സമ്പന്നന് കിട്ടണമെങ്കിൽ 10,000 കൊടുക്കേണ്ടി വരും. ഹബീബായ നബി പറഞ്ഞതാ, ഹബീബായ നബി പറയുകയാ, അൻ സയ്യിദ് ഇബ്നു അസ്ലമ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി പറഞ്ഞു, ദിർഹമും മിനസ് സദഖതി അഫ്ളലു ഇൻദല്ലാഹി മിൻ 100,000. ഈ ഹദീസ് പണമുള്ളവരും ഇല്ലാത്തവരും ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ഹദീസ് പണക്കാരും പാവപ്പെട്ടവരും ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഹബീബായ നബി പറയാ, ദിർഹമും മിനസ് സദഖത്തി, ഒരാൾ കൊടുക്കുന്ന ഒരു ദിർഹം സദഖ, അതാണ് അഫ്ളലു ഇൻദല്ലാഹി മിൻ 100,000. 1,00,000 അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ദിർഹമിന് വിലയുണ്ടാകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾ അത്ഭുതപ്പെട്ടു പോയി. അതെന്താ പടച്ചോനെ, ഒരു ദിർഹമിന് 1,00,000 മഹത്വം ഉണ്ടാവേ? അതെങ്ങനെയാണ്? വഖീല കൈഫ ദാലിക യാ റസൂലല്ലാഹ്, ഹബീബായ നബിയോട് ചോദിക്കപ്പെട്ടു, അല്ല നബിയേ എങ്ങനെയാണ് 1,00,000 ഒരു ദിർഹമിന് മഹത്വം ഉണ്ടാകുന്നത്? 1,00,000 ഒരു ദിർഹമിന് എങ്ങനെ നബിയെ മഹത്വം ഉണ്ടാകുന്നത്? അപ്പൊ റസൂലുള്ള പറഞ്ഞു കൊടുത്തു, ഞാൻ പറഞ്ഞു തരാം. അതെങ്ങനെയെന്നറിയോ? അഖ്റജ റജുലുൻ മിൻ അറളി മാലിഹി 100,000. ഒരു വലിയ കോടീശ്വരൻ, അയാൾക്ക് ഏക്കറക്കണക്കിന് തോട്ടമുണ്ട്, അയാൾക്ക് ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്, അയാൾക്ക് ഒരുപാട് വരുമാനമുണ്ട്, മാസത്തിൽ അയാൾക്ക് ലക്ഷങ്ങൾ വരാനുണ്ട്. ഒന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ മാസത്തിൽ അയാൾക്ക് വാടക വാങ്ങാൻ തന്നെ 2, 3, 4 ലക്ഷം. അങ്ങനത്തെ ഒരു കോടീശ്വരൻ അയാൾ എന്ത് ചെയ്തു എന്നറിയോ? ഒരു യത്തീംഖാനയിലേക്ക്, അല്ലെങ്കിൽ ഒരു പള്ളിയിലേക്ക്, അല്ലെങ്കിൽ ഒരു കുട്ടിനെ കെട്ടിക്കുന്നതിലേക്ക് 1,00,000 റുപ്യ കൊടുത്തു. അയാളെടുത്ത് ഇതുപോലെ ഒരുപാട് ലക്ഷങ്ങൾ വേറുണ്ട്. ഇങ്ങനത്തെ ഒരു കോടീശ്വരൻ 1,00,000 റുപ്യ ഒരു നന്മക്ക് വേണ്ടി കൊടുത്തു.
എന്നാൽ وأخرج رجل درهما من درهمين لا يملك غيرهما. വേറൊരാൾ എന്ത് ചെയ്തു എന്നറിയോ? അയാൾ തന്റെ കയ്യിൽ നിന്ന് ഒരു ദിർഹം എടുത്തു കൊടുത്തു. അയാളെടുത്താകെ 2 ദിർഹമേ ഉള്ളൂ. അയാൾ വളരെ സാധുവായ മനുഷ്യനാ, അയാൾക്ക് വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല. പിന്നെയോ ഇങ്ങനെ ഒരു സാമ്പത്തികമായി സഹായിക്കാൻ കഴിയണം, ഉള്ളോലൊക്കെ തരണം കേട്ടോ, ഒരു നല്ല കാര്യമാണ് കേട്ടോ, ആഖിറത്തിൽ കൂലി കിട്ടുന്ന കാര്യാട്ടോ. ഇതൊക്കെ കേട്ടപ്പോൾ അയാൾക്ക് സത്യത്തിൽ ഈ 2 ദിർഹമിനല്ല, അയാൾക്ക് ഇതുപോലെ ഒരുപാട് ദിർഹമിന് ആവശ്യമുള്ള ആളാ. പക്ഷെ ഇയാൾ എന്ത് ചെയ്തു എന്നറിയോ? ഉള്ള 2 ദിർഹമിൽ നിന്ന് 1 എടുത്തു കൊടുത്തു. ഇങ്ങനെ കൊടുക്കാതിരിക്കുക, ആഖിറത്തിലേക്ക് കൂലി കിട്ടുന്ന കാര്യമാണല്ലോ റബ്ബേ, ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഉള്ളതിൽ നിന്ന് 1 ദിർഹം അയാൾ എടുത്തു കൊടുത്തു. ഇവിടെ ഹബീബായ നബി പറയുകയാണ്, അയാൾ ആ മനസ്സോടുകൂടെ അയാൾ ആ 1 ദിർഹം അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ സാഹിബു ദിർഹമി അഫ്ളലു മിൻ സാഹിബി മിഅതി അൽഫിൻ, ഈ 1,00,000 കൊടുത്തവനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമുള്ളത് ഈ 1 ദിർഹമിന് കൊടുത്തയാൾക്കാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? പണക്കാരൻ അതിനനുസരിച്ച് കൊടുത്താലേ അള്ളാന്റെ അടുക്കൽ രക്ഷപ്പെടാൻ കഴിയൂ. എന്നാ ഒന്നുമില്ലാത്ത, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ഞാനൊന്നും കൊടുക്കേണ്ട ആളല്ലല്ലോ, ഞാനൊന്നും കൊടുക്കേണ്ട ലിസ്റ്റിൽപ്പെട്ട ആളല്ലല്ലോ, ഞാനെപ്പോഴും വാങ്ങേണ്ട ലിസ്റ്റിൽപ്പെട്ട ആളാണല്ലോ എന്ന് പാവപ്പെട്ടവൻ ചിന്തിക്കേണ്ട. അള്ളാഹു നോക്കുന്നത് ഒരാളെടുത്ത് എത്രയുള്ളത്, എന്നിട്ട് അയാൾ എത്ര കൊടുത്തത്, അതാ വിഷയം. ഒരാൾ വലിയ ഉഷാറാക്കി പറയാ, ഞാൻ ആ പള്ളിക്ക് 2 ലക്ഷം റുപ്യ കൊടുത്തല്ലോ, ഞാൻ ആ പള്ളിക്ക് 2 ലക്ഷം റുപ്യ തന്നീലേ, ഞാൻ ആ പരിപാടിക്ക് 5 ലക്ഷം റുപ്യ കൊടുത്തല്ലോ, ഈവന്റെ അടുത്ത് ഇതുപോലെ ഒരുപാട് ലക്ഷങ്ങളുണ്ട്. അപ്പോൾ ആ 5 ലക്ഷത്തിന് വലിയ വിലല്ല. പിന്നെ വില എവിടെയെന്നറിയോ? 10 റുപ്യ കയ്യിലില്ലാത്ത ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ റബ്ബേ, അതിനെങ്ങനെ ഞാൻ കൊടുക്കാതിരിക്കുക? അയാൾ അധ്വാനിച്ചു, എന്നിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ആ കാര്യത്തിന് വേണ്ടി അയാൾ 500 ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ 50 ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ. എന്നാൽ അതിനാണ് റബ്ബിന്റെ അടുക്കൽ വിലയെന്ന് ഖാല റസൂലുള്ളാഹി. ഇത് നമ്മൾ ചിന്തിപ്പിക്കണം. അതുകൊണ്ട് ഈ സഅലബ നബിയെ ഉദുല്ലാഹ അയ്യർസുഖനി മാല, എനിക്ക് സാമ്പത്തികമായി കഴിവ് വേണം, അതിന് റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി പറഞ്ഞു, സഅലബ ഖലീലുൻ തുഅദ്ദി ശുക്റഹു ഖൈറും മിൻ കസീരിൻ ലാ തുതീഖുഹു. കുറെ ഉണ്ടാവണമെന്നില്ല സഅലബ, കുറച്ച് മതി, ഉള്ളതിനനുസരിച്ച് കൊടുത്താൽ അവിടെയാണ് കൂലി. സഅലബ തൽക്കാലം മിണ്ടാതിരിക്കും. പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ നബിനോട് പറയും, നബിയെ ഉദുല്ലാഹ അയ്യർസുഖനി മാല, നിങ്ങളൊന്ന് അള്ളാഹിനോട് ദുആ ചെയ്താണ് എനിക്ക് സാമ്പത്തികമായി ശേഷി ഉണ്ടാകണം നബിയെ, നിങ്ങൾ ദുആ ചെയ്യെന്ന് പറഞ്ഞു. അപ്പോഴും ഹബീബായ നബി പറയും, സഅലബ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ഖലീലുൻ തുഅദ്ദി ശുക്റഹു ഖൈറും മിൻ കസീരിൻ ലാ തുതീഖുഹു, ഉള്ളതിൽ നിന്ന് കൊടുത്താൽ മതി സഅലബ. സഅലബ അപ്പം മിണ്ടാതിരിക്കും, പിന്നെയും ചോദിക്കും. അവസാനം ഹബീബായ നബി പറഞ്ഞു, സഅലബ നിനക്കറിയുമോ, ഞാനെങ്ങാനും റബ്ബിനോടൊന്ന് ദുആ ചെയ്താൽ ഈ പർവ്വതം അല്ലാഹു എനിക്ക് സ്വർണ്ണമാക്കി തരും, പക്ഷെ ഞാൻ ദുആ ചെയ്യുന്നില്ല. അമാ തർലാ അൻ തകൂന മിസ്ല നബിയില്ലാ, അല്ലാഹുവിന്റെ നബിയായ എന്നെ പോലെയാകാൻ നിനക്ക് താല്പര്യമില്ലേ സഅലബേ? ഫവല്ലദീ നഫ്സീ ബിയദി, എന്റെ തടിയെ നിയന്ത്രിക്കുന്ന ഇലാഹായ റബ്ബിനെ തന്നെയാണ് സത്യം. ലൗ ശിഅ്തു അൻ തസീറൽ ജിബാലു മഇ ദഹബാ വഫില്ലാല സാറത്, ഈ കാണുന്ന പർവ്വതം സഅലബേ ഇത് സ്വർണ്ണായി കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് അള്ളാഹിനോട് ഞാൻ ദുആ ചെയ്താൽ ഇത് സ്വർണ്ണായി കിട്ടും സഅലബേ. പക്ഷെ ഞാൻ അള്ളാഹുവിനോട് അതിനൊന്നും ദുആ ചെയ്യുന്നില്ല. കാരണം എനിക്കറിയാം കൂടുതൽ സമ്പത്തുണ്ടായത് കൊണ്ട് മാത്രം വലിയ ആളാവാൻ കഴിഞ്ഞോളുന്നില്ല. അതുകൊണ്ട് ഞാൻ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനാ ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ, ഇതിനാ ഹബീബായ നബി കയ്യുയർത്തിയത് മുഅ്മിനെ എന്നെ കോടീശ്വരനാക്കണമെന്ന് പറയാനല്ല. അഹ്യിനി മിസ്കീനാ, പടച്ചോനെ റബ്ബേ, നിന്നോട് ചോദിക്കാനുള്ള കാര്യം എന്നെ മിസ്കീനാക്കണം.
ഇന്നിപ്പോ അങ്ങനെ ദുആ ചെയ്യാനും ആളെ കിട്ടൂല. ഇനി ദുആ ചെയ്താൽ തന്നെ അർത്ഥറിയെങ്കിൽ ആമീൻ പറയാൻ പേടിയാ. എന്താ ഈ മൊയ്ലിയാർ ദ്വാരിക്കുന്ന മിസ്കീനാവണമെന്നോ? പടച്ചോനെ എന്നെ മിസ്കീനാക്കണേ റബ്ബേ, എന്നെ മിസ്കീനായി മരിപ്പിക്കണം. മാത്രമല്ല റബ്ബേ, എന്റെ താല്പര്യം ഇതാണ്, വഖ്ശുർനീ ഫീ ദുംറത്തിൽ മസാകീൻ, നാളെ മഹ്ശറാവൻ സഭയിൽ എന്നെ നിർത്തേണ്ടത് മിസ്കീന്മാരുടെ കൂട്ടത്തിലാണ്. അതെന്തിനാ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത്? അതിനൊരു കാരണമുണ്ട്. 3 ഗുണങ്ങളുണ്ട്. ആഖിറത്തിൽ 3 നേട്ടങ്ങളുണ്ട്. ആ നേട്ടം ഫക്കീറന്മാർക്ക് മിസ്കീന്മാർക്ക് കിട്ടുള്ളൂ, സമ്പന്നന്മാർക്ക് അത് കിട്ടുന്നില്ലാന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശ്രദ്ധിക്കണം. സാമ്പത്തികമായ ഞെരുക്കും പ്രയാസം കഷ്ടപ്പാടൊക്കെ പറയുന്ന പല ആളുകളുണ്ട്. വിഷമിക്കേണ്ട മുഅ്മിനീങ്ങളെ, കുറച്ച് സഹിച്ചോളൂ. ഇവിടെ അള്ളാഹു കുറച്ച് വിഷമിപ്പിക്കുക, അവിടെ തരാൻ വേണ്ടി ഹബീബ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. 3 ഗുണങ്ങൾ ഫുഖറാക്കൾക്ക് മാത്രമേ ഉള്ളൂ. സമ്പന്നന്മാർക്ക് അവരെത്ര പരിശ്രമിച്ചാലും ലഭിക്കാത്ത 3 ഗുണങ്ങളുണ്ട്. അനസിൻ റളിയല്ലാഹു അൻഹു ബഅസൽ ഫുഖറാഉ റസൂലൻ ഇലാ ഫുഖറാക്കൾക്ക് നല്ല ആശ്വാസം കിട്ടുന്നൊരു ഹദീസ്. ഇതൊക്കെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലേ മുഅ്മിനീങ്ങളെ? ഒരിക്കൽ ഫുഖറാക്കൾ ഒരു യോഗം ചേർന്നിട്ട് കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ഹബീബായ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് അയച്ചു. ഒരു പ്രശ്നം പറയാൻ വേണ്ടി പുണ്യനബിയുടെ അടുത്തേക്ക് അയച്ചതാ. ആ കൂട്ടത്തിൽ ഏറ്റവും സാധുവായ പരമദരിദ്രനായ ആളെ ഹബീബായ നബിയുടെ അടുത്തേക്ക് അയച്ചു. ഫഖാല ഇന്നി റസൂലുൽ ഫുഖറാഇ ഇലൈക യാ റസൂലല്ലാഹ്. അയാൾ ചെന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ ഫുഖറാക്കളുടെ ദൂതനായിട്ടാ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അവരെ ഹജ്ജ് ചെയ്യുന്നുണ്ട് നബിയേ, വയഅ്തമിറൂൻ, അവരെ ഉംറ ചെയ്യുന്നുണ്ട് നബിയേ. ലാ നഖ്ദിറു അലൈഹി, ഞങ്ങൾക്ക് അതിനൊന്നും സാധിക്കുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉംറ ചെയ്യാൻ കഴിയുന്നില്ല, കൊല്ലത്തിൽ ഹജ്ജ് ചെയ്യാൻ കഴിയുന്നില്ല. മാത്രമല്ല വൈദാ മരിളോ ബഅസൂബി ഫളി അംവാലിഹിം ദഖീറത്തല്ലഹും, നാട്ടിൽ ആർക്കെങ്കിലും രോഗം പിടിപെട്ടാൽ ഈ സമ്പന്നന്മാരൊക്കെ ആ സാധുക്കളുടെ അടുത്തേക്ക്, ആ രോഗികളുടെ അടുത്തേക്ക് പണം അയച്ചു കൊടുക്കാണ്, കൊണ്ടുപോയി കൊടുക്കാണ്. ഇങ്ങനെ അവരെ ആഖിറത്തിലേക്ക് വലിയ ലാഭം കൊയ്യുന്നുണ്ടല്ലോ നബിയെ. ഞങ്ങളാവട്ടെ പുണ്യ നബിയെ, ഞങ്ങൾക്കതൊന്നും ലഭ്യമല്ലല്ലോ. ഇതിനൊരു പരിഹാരം വേണമെന്ന് ആ സാധുവായ മനുഷ്യൻ ഹബീബായ നബിയോട് പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹ്, ഹബീബായ നബി പറഞ്ഞതാ, ബല്ലിഗ് അന്നിയൽ ഫുഖറാ, നീ ചെന്നിട്ട് ആ ഫുഖറാക്കളോട് ഒരു കാര്യം പറയൂ. നീ ചെന്നിട്ട് നിന്നെ ആരൊക്കെ കൂടിയാണ് ഇങ്ങോട്ട് അയച്ചത് അവരോട് ചെന്ന് പറയണേ. എന്താണ് പറയേണ്ടതെന്നറിയോ? ഇന്നലിമൻ സബറ വഹ്തബസ മിൻകും സലാസ ഖിസാൽ ലൈസത് ലിൽ അഗ്നിയാ. നിങ്ങൾക്ക് ദാരിദ്ര്യവും വിഷമവും പ്രയാസവും രോഗങ്ങളൊക്കെ തന്ന് പരീക്ഷിച്ചല്ലോ. ഈ പരീക്ഷണങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ ക്ഷമിച്ചു നിന്നു, സഹിച്ചു നിന്നു. അങ്ങനെ അള്ളാന്റെ കൂലിക്ക് വേണ്ടി നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ലഭിക്കും. ലൈസത്തിലിൽ അഗ്നിയാ, ആ കാര്യങ്ങൾ ഒരിക്കലും സമ്പന്നന്മാർക്ക് ലഭിക്കുകയില്ല. അമ്മ ഹസ്ലത്തും വാഹിദ, ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു കാര്യം ഫഇന്ന ഫിൽ ജന്നത്തി ഖുറഫൻ, സ്വർഗ്ഗത്തിൽ മനോഹരമായ ഒരു സ്ഥലമുണ്ട്. ഒരു ഉന്നതമായ സ്വർഗത്തിൽ വളരെ ഉന്നതമായ ഒരു കേന്ദ്രമുണ്ട്. യൻളുറു ഇലൈഹാ അഹ്ലുൽ ജന്നത്തി കമാ യൻളുറു അഹ്ലുൽ അർളി ഇലാ നുജൂമിസ് സമാ. അനന്തവിശാലമായ ആകാശ ലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളിലേക്ക് ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യർ നോക്കുന്നത് പോലെ സ്വർഗത്തിലുള്ള ആളുകൾ ആ ഉന്നതമായ സ്ഥാനത്തിലേക്ക് നോക്കുന്നതാണ്. ഉന്നതമായ ഒരു സ്ഥാനം, ആ സ്ഥാനത്തിലേക്ക് സ്വർഗത്തിലുള്ള സാധാരണ ആളുകളൊക്കെ ഭൂമിയിൽ നിന്ന് നിങ്ങൾ നക്ഷത്രത്തിലേക്ക് നോക്കുന്നത് പോലെ അവരിങ്ങനെ ആ സ്ഥാനത്തിലേക്ക് നോക്കും. എന്നിട്ട് പറഞ്ഞു, അങ്ങോട്ട് പ്രവേശിക്കുകയില്ല ഇല്ലാ നബിയും ഫഖീർ,
ഫഖീർ ഇല്ലാ നബിയും ഫഖീർ. ഒരു ഫഖീറായ സാധുവായ നബിക്കല്ലാതെ അങ്ങോട്ട് കടക്കാൻ കഴിയൂല. നബിയാണെങ്കിൽ പോലും സമ്പന്നനായ നബിക്കത് കിട്ടൂല. അല്ലെങ്കിലോ ഷഹീദും ഫഖീർ, സാധുവായ ഷഹീദിനാണ്. ഔ മുഅ്മിനും ഫഖീർ, അല്ലെങ്കിൽ ഫഖീറായ മുഅ്മിനാണ്. നബിയാണെങ്കിലും ഷഹീദാണെങ്കിലും സ്വാലിഹാണെങ്കിലും ഫുഖറാക്കൾക്ക് മാത്രമേ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഒരു കാര്യം അത് ഫുഖറാക്കൾക്ക് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെയോ വസാനിയ, ഫുഖറാക്കൾക്ക് മാത്രമുള്ള രണ്ടാമത്തെ ഗുണം എന്താണെന്നറിയോ? യദ്ഖുലുൽ ഫുഖറാഉ ഖബ്ലൽ അഗ്നിയാ ബിനിസ്ബി യൗമിൻ വഹുവ 500 ആം. മുഅ്മിനീങ്ങളെ, ഫുഖറാക്കൾക്ക് മാത്രമുള്ള വിഷയം പറഞ്ഞു കൊടുക്കുക ഹബീബ റസൂലുള്ളാഹ്. നാളെ മഹ്ശറാവൻ സഭയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരുപാധികം സമ്പന്നന്മാരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെയും 500 കൊല്ലം മുമ്പ് പാവപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ജീവിതത്തിൽ നുണ പറയാൻ നാക്കനക്കാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറയിൽ ഒന്ന് നേരത്തെ സ്വർഗത്തിലേക്ക് കടത്തി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എത്ര പ്രധാനപ്പെട്ട ഒരു സംഗതിയാ മുഅ്മിനീങ്ങളെ. മഹ്ശറയിൽ ഒരു മനുഷ്യനെ അവിടുന്ന് ഒന്ന് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര പ്രധാനപ്പെട്ട സംഗതിയാ. കാരണം നരകക്കാരൻ പോലും മഹ്ശറയിൽ നിന്ന് പറയുന്ന വാക്ക്, നരകക്കാര് പോലും മഹ്ശറയിൽ നിന്ന് പറയുന്നത് യാ റബ്ബി ഇർസാലുക ബിലന്നാർ അഹ്വനു അലയ്യ മിമ്മാ അജ്ദു. പടച്ചോനെ, റബ്ബേ, റഹ്മാനായ റബ്ബേ, എന്നെ നീ നരകത്തിലേക്ക് അയച്ചാലും പ്രശ്നമില്ല, ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി തരൂ. മഹ്ശറയുടെ കാഠിന്യം കൊണ്ട് നരകക്കാരൻ പോലും മഹ്ശറയിൽ നിന്ന് അത് വിളിച്ചു പറയുമെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തായിരിക്കും ആ മഹ്ശറയുടെ അവസ്ഥ? അവിടെ നിന്ന് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മഹത്വം, അതിന്റെ ഒരു ഫള് എത്രയായിരിക്കും. പക്ഷേ ആ ഒരു സൗഭാഗ്യം ഫുഖറാക്കൾക്കുള്ളതാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം വസ്സാലിസതു ഇദാ ഖാലൽ ഗനിയ്യു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വഖാലൽ ഫഖീറു മിസ്ല ദാലിക്. ഒരു സമ്പന്നനായ മനുഷ്യൻ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അതേ വർത്താനം ഒരു സാധുവായ മനുഷ്യനും പറഞ്ഞാൽ ലം യൽഹഖിൽ ഗനിയുൽ ഫഖീർ, ഇവിടെയും സമ്പന്നൻ സാധുവിനോട് ചേരുകയില്ല. വകദാലിക അഅമാലുൽ ബിർരി കുല്ലിഹാ, എല്ലാ നന്മകളും അങ്ങനെയാണ്. ഈ ഹദീസ് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യയുടെ 4-ാം വാല്യത്തിൽ ഫഖറിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഫുഖറാക്കൾക്കുള്ള നേട്ട ഇതങ്ങ് കേൾക്കേണ്ട താമസം ആഖിറത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചല്ലേ പറഞ്ഞത്. ഇതങ്ങ് കേട്ടപ്പോൾ ഫറജഅയിലൈഹിം, ഈ ദൂതൻ ഫുഖറാക്കളുടെ അടുത്തേക്ക് മടങ്ങി. എന്നിട്ട് ഫഅഖ്ബറഹും ബിമാ ഖാല റസൂലുള്ളാഹ്, ഹബീബായ നബി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ചെന്നവരോട് പറഞ്ഞു. ഞാൻ നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളൊക്കെ റസൂലുള്ളാഹിനോട് അവതരിപ്പിച്ചു, എല്ലാ വിഷയവും റസൂലുള്ളാഹിനോട് അവതരിപ്പിച്ചു. അപ്പൊ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞത് നിങ്ങൾ ഫുഖറാക്കളായി ക്ഷമിച്ചു നിന്നോളൂ, അതുകൊണ്ട് നഷ്ടമൊന്നും വരൂല, ധനികന്മാർക്ക് കിട്ടാത്ത പല നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമെന്ന. ഇതങ്ങ് കേൾക്കേണ്ട താമസം ഫഖാലൂ റളീനാ 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 ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയാ. മതി, വള്ളം അറിഞ്ഞു, സംതൃപ്തിയായി, റാഹത്തായി, ഇങ്ങനെ ദാരിദ്ര്യത്തോടു കൂടെ ജീവിച്ചാൽ മതി എന്ന് ആ സഹാബികൾ വിളിച്ചു പറഞ്ഞ സംഭവം ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാ ഹബീബായ റസൂലുള്ളാഹി തഅലബയോട് പറഞ്ഞ, തഅലബേ, ഈ അത്യാഗ്രഹം ഒഴിവാക്ക്, ഖലീലുൻ തുഅദ്ദി ശുക്റഹു ഖൈറും മിൻ കസീരിൻ ലാ തുതീഖുഹു, ഉള്ളതുകൊണ്ട് നീ നല്ല നിലക്ക് ജീവിച്ചോ, അത് മതി എന്ന് പറഞ്ഞു.
സഅലബ കുറച്ചു നേരം മിണ്ടാതിരിക്കും. പിന്നെ ഒരിക്കൽ ഹബീബ നബിയോട് പറഞ്ഞു, നബിയെ നിങ്ങളൊന്ന് ദുആ ചെയ്താണ്, ഉദുല്ലാഹ അയ്യർസുഖനി മാല, സാമ്പത്തികമായി നേട്ടം ഉണ്ടാവണം, അതിനൊന്ന് ദുആ ചെയ്യൂ നബിയെ. ഉടനെ ഫഖാല റസൂലുള്ളാഹ്, ഹബീബായ നബി ദുആ ചെയ്തു, അല്ലാഹുമ്മ അർസുഖ് സഅലബത മാല, അല്ലാഹുവേ സഅലബക്ക് നീ പണം കൊടുക്ക്, സഅലബക്ക് പണം കൊടുക്ക്. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. സഅലബക്ക് അല്ലാഹു പണം കൊടുത്തു. ഒരാടും കുട്ടിയെ വാങ്ങി പെറ്റുപെരുകി. അവന്റെ ആടും കുട്ടികൾ പുഴുക്കൾ പെറ്റുപെരുകുന്നത് പോലെ പെറ്റുപെരുകി ഇഷ്ടം പോലെയായി. ആട്ടങ്ങട്ട് പ്രസവിച്ച് ഇഷ്ടം പോലെയായി. ഹബീബ് റസൂലുള്ളാഹി പറയാ, ഒരു മലഞ്ചെരിവ് നിറയെ ആ സഅലബന്റെ ആട് കൊണ്ട് നിറഞ്ഞു. സഅലബ നാട്ടിൽ ഏറ്റവും അറിയപ്പെട്ട ആളായി, ഏറ്റവും വലിയ കോടീശ്വരനായി. പക്ഷെ സഅലബക്ക് അതിന്റെ ഇടയിൽ ഒരു പ്രശ്നം സംഭവിച്ചു. സാധാരണ ളുഹറിനും അസറിനും മഗ്‌രിബിനും ഇശാക്കും സുബഹിക്കൊക്കെ പുണ്യനബിയുടെ കൂടെ ഉണ്ടാകുമായിരുന്നു. ചില വക്തുകളൊക്കെ അങ്ങനെ കട്ടാവാൻ തുടങ്ങി. പിന്നെ തീരെ കാണാതായി. അവസാനം ജുമഅക്ക് പോലും സഅലബയെ കാണാനില്ല. അപ്പൊ ഹബീബ് റസൂലുള്ളാഹി ചോദിച്ചു, എവിടെ സഅലബ, എന്തേ സഅലബക്ക് പറ്റിയത്? സഅലബയെ കാണുന്നില്ലല്ലോ. അപ്പൊ പറഞ്ഞു, നബിയെ എങ്ങനെ കാണുക, സഅലബക്ക് ഇപ്പൊ വലിയ തിരക്കാ, ബിസിനസ്സാ, ഏർപ്പാടാ, ഒന്നും പറയണ്ട. ഉടനെ ഫഖാല യാ വൈഹ സഅലബ, യാ വൈഹ സഅലബ, സഅലബയുടെ നാശം, സഅലബയുടെ നാശം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ആയത്തിറങ്ങി, ഖുദ് മിൻ അംവാലിഹിം സദഖ, നിർബന്ധമായ സകാത്തുകളൊക്കെ വാങ്ങണം. സകാത്തിന്റെ വിഷയത്തിൽ ആയത്തിറങ്ങി. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആളുകളെ പറഞ്ഞയച്ചു, ആട്, ഒട്ടകം, പശു, ഇതിലൊക്കെ സകാത്ത് വാങ്ങിക്കൊണ്ടുവരണം. ഓരോരുത്തരെയും നിങ്ങൾ സമീപിക്കണം. എത്ര മൃഗങ്ങളാണ് അവരുടെ അടുക്കലുള്ളതെന്ന് പഠിക്കണം. എന്നിട്ട് അതിനനുസരിച്ച് 40 ആടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഒരാടിനെ വാങ്ങി വരണം. ഇങ്ങനെ പശുവിന്റെ കാര്യവും ഒട്ടകത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തു. അങ്ങനെ ഇവര് വാങ്ങി സഅലബയുടെ അടുത്തെത്തി. സഅലബയോട് പറഞ്ഞു, ഖുർആനിൽ ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട് സക്കാത്തിന്റെ വിഷയം. 40 ആടുള്ള ആള് ഒരാടിന് സക്കാത്ത് കൊടുക്കണമെന്ന, നിങ്ങൾക്ക് എത്ര ആടുകളുണ്ട്? അപ്പോൾ സഅലബ പറഞ്ഞു, തൽക്കാലം ഇത് നടക്കൂല, ഇത് മുഹമ്മദ് നബിയുടെ ഒരു കുശുംബാണ്, മുഹമ്മദ് നബിയുടെ ഒരു അസൂയാണ്. എനിക്ക് കുറച്ച് ആടുണ്ടായപ്പോഴത്തേക്ക് സക്കാത്ത് ഇറങ്ങിയിട്ടുണ്ടത്രേ, അത് വല്ല ജിസിയോ മറ്റോ ആയിരിക്കും, അത് നമുക്ക് ബാധിക്കുന്ന വിഷയവുമല്ല. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ പോകൂ, ഞാൻ അതേക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. സഅലബ കൊടുത്തില്ല. അങ്ങനെ സഹാബികൾ ഹബീബായ നബിയുടെ അടുക്കലേക്ക് തിരിച്ചു പോയി. വിവരം ഹബീബായ നബിയോട് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന് വലിയ സങ്കടമായി. അപ്പോഴാണ് ആയത്തിറങ്ങിയല്ലോ, വമിൻഹും മൻ ആഹദല്ലാഹ ലഇൻ അതാനാ മിൻ ഫളി. ചില ആളുകളുണ്ട്, അവര് റബ്ബിനോട് കരാർ ചെയ്യും, ലഇൻ അതാനാ മിൻ ഫളി, അല്ലാഹു എങ്ങാനും ഫളൽ ണ്ടെങ്കിൽ സദഖ കൊടുക്കും, സാലിഹീങ്ങളിൽ പെട്ടോളും. ഇതൊക്കെ സഅലബ നബിയോട് പറഞ്ഞിരുന്നു. നബിയെ പണം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ കുടുംബക്കാർക്കൊക്കെ കൊടുക്കാലോ, പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കാലോ, അങ്ങനെ എനിക്ക് അള്ളാന്റെ അടുത്ത് വലിയ കൂലി നേടാമല്ലോ, ഇങ്ങനെയൊക്കെ നബിയോട് പറഞ്ഞിരുന്നു. അവസാനം ആ റസൂലുള്ളാഹി ദുആ ചെയ്തത്, പക്ഷേ ഇവൻ എല്ലാ കരാറുകളും ലംഘിച്ചു. മുഅ്മിനീങ്ങളെ, അല്ലാഹു അവർക്ക് ആ ഫളലങ്ങ് കൊടുത്തപ്പോൾ അവര് പറഞ്ഞല്ലോ, അവര് ബഖിലൂ ബിഹി വതവല്ലൂ വഹും മുഅ്രിദൂൻ. ഇതങ്ങട്ട് കിട്ടിയപ്പോൾ അവര് നന്ദികേട് കാണിച്ചു, അവര് തിരിഞ്ഞു കളഞ്ഞു, അവർ ആ സത്യത്തിന് തയ്യാറായില്ല. ആയത്തിറങ്ങി. റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിച്ചു. സഅലബയുടെ വിഷയത്തിലാണ് ആയത്ത്. സഅലബനെ ഉദ്ദേശിച്ചുകൊണ്ട് ആയത്തിറങ്ങിയത്. സഅലബക്ക് നാശം. ഇത് സഅലബയുടെ ചില കുടുംബക്കാർ കേട്ടു. അവര് വേഗം സഅലബയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, സഅലബേ, വല്ല വിവരം നീ അറിയോ? ആയത്തിറങ്ങിയിട്ടുണ്ട് നിന്റെ വിഷയത്തിൽ, നിന്നോടെതിരാപ്പ ആളുകളൊക്കെ, അതുകൊണ്ട് വേഗം സക്കാത്ത് എത്രന്ന് വെച്ചാൽ കൊടുത്താളാന്ന് പറഞ്ഞു. സഅലബ വളരെ മെലിഞ്ഞൊട്ടിയ ഒരു രോഗം പിടിച്ച ആടിനെയുമായി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെന്നു. റസൂലുള്ളാഹി പറഞ്ഞു, വേണ്ട, ഇന്നല്ലാഹ മനഅനി അൻ അഖ്ബില സദഖതക, നിന്റെ സദഖ സ്വീകരിക്കരുതെന്ന റബ്ബിന്റെ ഓർഡർ. അല്ലാഹു എന്നോട് പറഞ്ഞത് നിന്റെ സദഖ സ്വീകരിക്കരുതെന്ന, എനിക്ക് നിന്റെ സക്കാത്ത് വേണ്ട, തിരിച്ചയച്ചു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലഘട്ടത്തിൽ വന്നു.
സ്വീകരിച്ചില്ല. എടാ അള്ളാന്റെ റസൂൽ സ്വീകരിക്കാത്ത സക്കാത്ത് ഞാൻ സ്വീകരിക്കേ, കൊണ്ടുപോവിടുന്നു പറഞ്ഞു. കൊണ്ടുപോയി. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ വന്നു, സ്വീകരിച്ചില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഹലക സഅലബ ഫീ ഖിലാഫത്തി ഉസ്മാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അവൻ മുർത്തദായി ചത്തുപോയെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം എല്ലാ തഫ്സീറുകളിലും ഈ സംഭവം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നൽകുന്ന പാഠമെന്താ? ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്ന വ ഫിത്നതു ഉമ്മത്തി അൽമാൽ. പണം കൊണ്ട് മുഅ്മിനെ നമ്മൾ അള്ളാന്റെ ദീനിൽ നിന്ന് അകന്നു പോകരുത്. അള്ളാഹു പണം തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ പുണ്യം നേടണം. നമ്മൾ മരിച്ചു ചെന്നാൽ ഖബറിലേക്ക് ഒരു സ്ഥിര വരുമാനമാകുന്ന രൂപത്തിൽ നമ്മളെ പണത്തെ നമ്മൾ ചെലവഴിക്കണം മുഅ്മിനീങ്ങളെ. ഒരു സ്ഥിര വരുമാനം നമ്മളെ ഖബറിലേക്ക് കിട്ടണം. ആ നിലയിൽ നമ്മളെ സമ്പത്തിനെ ചെലവഴിക്കണം. ഉള്ളവർ അതിനനുസരിച്ച് ചെയ്യണം. ഉള്ള സമയത്ത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ എപ്പോഴാ നമ്മളെ റൂഹ് പിരിയാന്നറിയില്ല. അല്ല നമ്മളെ മക്കളൊക്കെ ഇപ്പൊ എത്രയോ കൊടുക്കുക, എന്താ കൊടുക്കുക, അതിനെ